സിനിമ കണ്ടിറങ്ങി കഴിഞ്ഞാൽ ഒരു നല്ല ഒരു എന്റർടൈനർ തിയേറ്റർ എക്സ്പീരിയൻസ് ഫിലിം കണ്ടിറങ്ങിയ ഒരു ഫീൽ നമുക്ക് കിട്ടും. പക്ഷെ അതിന് നമ്മൾ കമ്പയർ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ സിനിമ ഒന്ന് താഴ്ന്നു നിൽക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. തീർച്ചയായിട്ടും സെക്കൻഡ് പാർട്ടിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് തന്നെയാണ്. നമസ്കാരം. KGF 1-2 ഭാഗങ്ങൾക്ക് ശേഷം സലാറിലേക്ക് പ്രശാന്ത് നീൽ കടക്കുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയൊരു പ്രതീക്ഷ എന്ന് പറയുന്നത് ബാഹുബലിക്ക് ശേഷം വലിയൊരു ഹിറ്റ് സമ്മാനിക്കാൻ കഴിയാതിരുന്ന പ്രഭാസിന്റെ വലിയൊരു തിരിച്ചുവരവ് കൂടെ ഈ ഒരു സിനിമയിലൂടെ ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ നമ്മൾ മലയാളികൾ എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കിക്കാണുമ്പോൾ പൃഥ്വിരാജ് ഈ ഒരു സിനിമയുടെ ഇത്രയും വലിയൊരു സ്കെയിലുള്ള ഒരു സിനിമയുടെ ഭാഗമാവുന്നു എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചുള്ള ഒരു അഭിമാനം കൂടിയാണ് ഈ ഒരു സിനിമ എന്ന് പറയുന്നത്. എന്തായാലും സലാർ ഇപ്പൊ കണ്ട് തിയേറ്ററിൽ നിന്ന് പുറത്തു വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ സലാറിനെ കുറിച്ച് എനിക്ക് ഉള്ള പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത് പറയാം. എന്തായാലും ഈ ഒരു സിനിമയിലേക്ക് വരുമ്പോൾ KGF ഒരുക്കിയിട്ടുള്ള അതേ ഒരു മേക്കിംഗ് സ്റ്റൈലിൽ തന്നെയാണ് ഈ ഒരു സിനിമ ഒരുക്കിയിട്ടുള്ളതെന്ന് പറയാം. നമുക്കത് ട്രെയിലറൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. അതിന്റെ ഒരു ആ ഒരു അവതരണ ശൈലി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും KGFന്റെ ആ ഒരു സ്റ്റൈൽ തന്നെയാണ്. പക്ഷേ തീർത്തും പുതുമയുള്ള ഒരു കഥാപശ്ചാത്തലത്തിലാണ് ഈ സലാറിന്റെ കഥാപശ്ചാത്തലം ഒരുക്കിയിട്ടുള്ളതെന്ന് പറയാം. ഈ ഒരു സിനിമയുടെ പ്ലോട്ട് നേരത്തെ തന്നെ പ്രശാന്ത് നീൽ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ഏറ്റവും ആത്മാർത്ഥ സുഹൃത്തുക്കളായിട്ടുണ്ടാവുന്ന 2 പേര്, അതായത് വരദരാജ മന്നാർ എന്ന് പറയുന്ന പൃഥ്വിരാജ് അവതരിപ്പിക്കുന്ന കഥാപാത്രവും ദേവ എന്ന് പറയുന്ന പ്രഭാസ് അവതരിപ്പിക്കുന്ന കഥാപാത്രവും തമ്മിലുണ്ടാവുന്ന സ്ട്രോങ് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ്. ആ ഫ്രണ്ട്ഷിപ്പിന്റെ ഇടയിൽ വലിയൊരു ആ ഫ്രണ്ട്സ് പിന്നീട് വലിയൊരു ശത്രുക്കളായിട്ട് മാറുന്ന ഒരവസ്ഥയിലാണ് ഈ ഒരു കഥ പോകുന്നതെന്ന് പറയാം. അതിനോടൊപ്പം തന്നെ KGFലൊക്കെ നമ്മൾ കാണുന്ന പോലെ അമ്മ മകൻ റിലേഷൻഷിപ്പിനെ ആ ഒരു ഇമോഷണൽ ബോണ്ടിനെ കൂടെ ഈ ഒരു സിനിമയിലേക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ 2 റിലേഷൻ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സൗഹൃദവും അതുപോലെ അമ്മ മകൻ റിലേഷനൊക്കെ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് ഉപയോഗിക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആ കാര്യങ്ങളൊക്കെ ഒന്ന് താഴ്ന്നു നിൽക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഇമോഷണൽ കണക്ട് ഈ ദേവ എന്നുള്ള കഥാപാത്രമായിട്ട് വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ റോക്കി ബായിയോട് തോന്നുന്ന ആ ഒരു നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ആ ഒരു പെയിൻ, റോക്കി ബായിയുടെ കഥ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ആ ഒരു പെയിൻ പലപ്പോഴും ഈ ഒരു ക്യാരക്ടറിനോട് നമുക്ക് തോന്നുന്നില്ല എന്നുള്ളത് ഈ ഒരു സിനിമയുടെ ചെറിയൊരു എന്താ പറയാ, ഈ സിനിമയെ കുറച്ചൊന്ന് താഴ്ത്തി നിർത്തുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ സലാർ എന്നുള്ള സിനിമയെ നമ്മൾ വേറെ തന്നെ ഒരു സിനിമയായിട്ട്, അതായത് KGF ആയിട്ട് കമ്പയർ ചെയ്യാതെ ഒരു സെപ്പറേറ്റ് സിനിമയായിട്ട് നമ്മൾ ആ രീതിയിൽ സമീപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സിനിമ എന്ന് പറയുന്നത് നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിട്ടുള്ള സിനിമയായിരിക്കും എന്നുള്ളത് ഷുവർ ആണ്. സിനിമയുടെ ഫസ്റ്റ് ഹാഫ് മുഴുവനായിട്ടും ദേവ എന്നുള്ള കഥാപാത്രത്തിനെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴാണ് ഈ ഖാൻസാർ എന്ന് പറയുന്ന ആ ഒരു പ്രവിശ്യയുടെ യഥാർത്ഥ ഹിസ്റ്ററി എന്താണെന്നുള്ളതും അവിടെ നടക്കുന്ന അധികാര വടംവലി എന്താണെന്നുള്ളതും അവിടെയുള്ള ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് എന്താണെന്നുള്ളതൊക്കെ സെക്കൻഡ് ഹാഫിലേക്കാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ സെക്കൻഡ് ഹാഫാണ് കുറച്ചുകൂടി നമ്മളെ സംബന്ധിച്ച് എന്താ പറയുക റിച്ച് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. ആ ഒരു സിനിമയുടേതായിട്ടുള്ള ഒരു റിച്ച്നെസ് കംപ്ലീറ്റ് വരുന്നത് സെക്കൻഡ് ഹാഫിലേക്കാണ്. അതിൽ ഇപ്പോൾ ഫസ്റ്റ് ഹാഫ് ഒക്കെ അവർ ബിൽഡ് ചെയ്തിട്ടുള്ളതിൽ ഒരുപാട് ടൈം എടുക്കുന്നുണ്ട്. അതായത് ക്യാരക്ടറൈസേഷൻ, നമുക്ക് ആ ക്യാരക്ടർ ബിൽഡ് ചെയ്ത് വരുന്നത് കാണുമ്പോൾ ഒരുപാട് ടൈം എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നമുക്ക് അതിഭയങ്കരമായിട്ടുള്ള ഗൂസ് ബംസ് വരുന്ന ഒരു മൊമെന്റ്സ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ തന്നെ നന്നായിട്ട് ടൈം എടുക്കുന്നുണ്ട്. പൃഥ്വിരാജിന്റെ ഒരു എൻട്രി ഒക്കെ വരുന്ന സമയത്താണ് നമ്മളെ സംബന്ധിച്ച് ഈ സിനിമ, പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ച് ഈ സിനിമയൊന്ന് ഓൺ ആവുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. അതിനു മുമ്പ് വരുന്ന ശ്രുതി ഹാസനൊക്കെ വരുന്ന കുറെ പോർഷൻസ് ഉണ്ട്. ആ പോർഷനൊക്കെ എനിക്ക് ഭയങ്കര എന്താ പറയാ കുറെ ലാഗ് അടിച്ച പോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് സിനിമ കഥ പറയുന്നുണ്ട്, അതായത് അത് കൃത്യമായിട്ട് ഫോക്കസ്ഡ് ആയിട്ട് തന്നെ കഥ പറയുന്നുണ്ട്. പക്ഷെ അപ്പോഴും സിനിമ നമ്മളിലേക്ക് കണക്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ ഗൂസ് ബംസ് വരുന്ന ഒന്നുമില്ല. നമ്മൾ അതൊക്കെ പ്രതീക്ഷിച്ചിട്ട് പോകുന്നത്. പക്ഷെ ആ ഫസ്റ്റ് ഹാഫ് ഭാഗത്ത് അത്തരം ഭാഗങ്ങളൊന്നും തന്നെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. പിന്നെ ഈ പറയുന്ന പോലെ അമ്മ മകൻ ബന്ധത്തെയൊക്കെ അവിടെ പലപ്പോഴും ഡിഫൈൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതും നമ്മളിലേക്ക് ഈ പറയുന്ന പോലെ വിചാരിച്ച പോലെ കണക്ട് ആവുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ശ്രുതി ഹാസന്റെ ക്യാരക്ടർ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതൊരു മിസ്കാസ്റ്റ് ആയിട്ടാണ് എനിക്ക്, ആ ക്യാരക്ടർ അല്ല, ആ ഒരു ശ്രുതി ഹാസന്റെ കാസ്റ്റിംഗ് എനിക്കൊരു മിസ്കാസ്റ്റ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. കുറച്ചുകൂടെ വേറെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ ക്യാരക്ടർ കുറച്ചുകൂടെ ഒരു ഇമ്പാക്ട് സ്ക്രീനിലേക്ക് കൊണ്ടുവരുമായിരുന്നു തോന്നിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം ആ ക്യാരക്ടറിന് പെർഫോം ചെയ്യാൻ മാത്രമൊന്നുമില്ല. പക്ഷെ ഈവൺ എന്നാലും പോലും നമുക്ക് പ്രേക്ഷകരുമായിട്ടുള്ളൊരു കണക്ട് പലപ്പോഴും ശ്രുതി ഹാസന് ആ സ്ക്രീൻ പ്രസൻസിലൂടെ കൊണ്ടുവരാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ഫോൾട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രഭാസിനെ പറ്റി പറയുകയാണെങ്കിൽ ഗംഭീരമായിട്ട് പുള്ളി കൈകാര്യം ചെയ്തിട്ടുണ്ട് ആ ഒരു റോളിനെ എന്ന് പറയാം. അതിന്റെ സ്വാഗും കാര്യങ്ങളൊക്കെ ഗംഭീരമായിട്ട് പുള്ളി കൈകാര്യം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സ്ക്രീനിൽ കാണാൻ തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഭയങ്കര രസമാണ്. അദ്ദേഹത്തിന് ഇങ്ങനെ കണ്ടിരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര രസമാണ്. പൃഥ്വിരാജിനെ സംബന്ധിച്ച്
സംബന്ധിച്ച് ആദ്യ ഭാഗങ്ങളിൽ ഈ പറഞ്ഞ പോലെ പൃഥ്വിരാജ് വരുമ്പോഴാണ് സിനിമ എനിക്കൊന്ന് ഓൺ ആയിട്ടുള്ളതായിട്ട് ഫീൽ ചെയ്യുന്നത്. പക്ഷെ ആ ക്യാരക്ടറിന് ഒരു പവർ പലപ്പോഴും എന്താ പറയാ ക്യാരക്ടറിൽ ഇല്ലായിരുന്നു. അതായത് പൃഥ്വിരാജിന് കൊടുക്കാനുള്ളതല്ല, പലപ്പോഴും ഒന്ന് എന്താ പറയാ ദേവയുടെ ഷെയ്ഡിൽ നിൽക്കുന്ന ഒരു കഥാപാത്രമായിട്ട് മാത്രമേ ഈ പറയുന്ന വരദരാജ എന്നുള്ള കഥാപാത്രം വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ക്യാരക്ടറിന് പലപ്പോഴും ഒരു പവർ ഇല്ല എന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് മാത്രമാണ് ആ ക്യാരക്ടറിനെ സംബന്ധിച്ച് എനിക്കൊരു വീക്ക് പോയിന്റ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. ദേവ എന്ന് പറയുന്ന കഥാപാത്രത്തിനെ തീർച്ചയായിട്ടും വരദരാജ എന്നുള്ള കഥാപാത്രത്തിന്റെ ഒരു പ്രൊട്ടക്ടർ ആയിട്ടാണ് അദ്ദേഹം പ്ലേസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പൃഥ്വിരാജിന്റെ കഥാപാത്രത്തിന് ഒരു പവർ ഇല്ല എന്ന് പറയുന്നത് ഈ സിനിമയെ സംബന്ധിച്ച് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യമില്ല. പക്ഷെ കുറച്ചുകൂടി പേഴ്സണലി ഒരു മലയാളി എന്നുള്ള രീതിയിൽ നോക്കിക്കാണുമ്പോൾ പൃഥ്വിരാജിന്റെ ക്യാരക്ടറിന് കുറച്ചുകൂടി ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരുപക്ഷെ ഈ സിനിമയുടെ നെക്സ്റ്റ് പാർട്ട്, അതായത് സെക്കൻഡ് പാർട്ട് മുഴുവനായിട്ടും പ്രഭാസ് ആൻഡ് പൃഥ്വിരാജ് തമ്മിലുണ്ടാകുന്ന ആ ഒരു കോൺഫ്ലിക്റ്റിനെ തന്നെയായിരിക്കും ഫോക്കസ് ചെയ്തിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് പൃഥ്വിരാജിന്റെ കഥാപാത്രത്തിന് നല്ലൊരു സ്പേസ് കിട്ടും തന്നെ തീർച്ചയായിട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. മാത്രമല്ല പൃഥ്വിരാജിന്റെ കഥാപാത്രത്തിന് സിനിമയുടെ അവസാനമാകുമ്പോൾ ഒക്കെ ഫൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ ഗംഭീരമായിട്ട് പുള്ളി ചെയ്തു വെച്ചിട്ടുണ്ട്. അവർ തമ്മിലുണ്ടാവുന്ന ഡയലോഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ പോലും നമുക്കിപ്പോ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ KGF ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ KGFിലെ ഡയലോഗ്സ് ഒക്കെ ഉണ്ടാക്കുന്ന ആ ഒരു അതിന്റെ ഒരു ഓളം എന്ന് പറയുന്നത് അത് വേറെ തന്നെയായിരുന്നു. ഈ ഒരു സിനിമയെ സംബന്ധിച്ച് ഡയലോഗ്സ് ഒന്നും പലപ്പോഴും നമ്മളിലേക്ക് ആ ഒരു ത്രോ ഇല്ല എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. അതായത് നമ്മളിലേക്ക് അടിച്ച് കയറുന്നില്ല, നമ്മുടെ മൈൻഡിലേക്ക് കയറുന്ന രീതിയിലുള്ള ഡയലോഗ്സ് ഈ സിനിമയിൽ വളരെ കുറവായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവർ കഥാപാത്രങ്ങളുടെ ഡയലോഗ്സ് പറയുന്നുണ്ട്, സിനിമ എൻഗേജിങ് ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോഴും ആ ഒരു എന്താ പറയുക അതിലൊരു ഗൂസ് ബംസ് വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, പലപ്പോഴും അത് മിസ്സിങ് ആയിരുന്നു. പിന്നെ സെക്കൻഡ് ഹാഫിൽ അത്തരത്തിലുള്ള ഒരുപാട് എലിവേഷൻ സീനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. രവി ബാസൂറിന്റെ നല്ല ഗംഭീരമായിട്ടുള്ള BGM ഉണ്ട്. പക്ഷെ BGM സൈഡ് ആണെങ്കിലും നമുക്ക് KGFിലൊക്കെ ഫീൽ ചെയ്യുന്ന ആ ഒരു സംഭവം ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അത് ഞാൻ ഇപ്പോഴേ വീണ്ടും KGF ആയിട്ട് കമ്പയർ ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് പല ആൾക്കാരും തന്നെ KGF ആയിട്ട് കമ്പയർ ചെയ്തിട്ടായിരിക്കും ഒരുപക്ഷെ ഈ സിനിമയെ കാണാൻ പോകുന്നത്. ഞാനും തുടക്കത്തിൽ ആ രീതിയിലായിരുന്നു സിനിമേനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സിനിമ കണ്ടിറങ്ങി കഴിഞ്ഞാൽ ഒരു എന്റർടൈനർ തിയേറ്റർ എക്സ്പീരിയൻസ് ഫിലിം കണ്ടിറങ്ങിയ ഒരു ഫീൽ നമുക്ക് കിട്ടും. പക്ഷെ അതിന് നമ്മൾ കമ്പയർ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ സിനിമ ഒന്ന് താഴ്ന്നു നിൽക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. തീർച്ചയായിട്ടും സെക്കൻഡ് പാർട്ടിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് തന്നെയാണ്. എന്തായാലും സലാർ എന്നുള്ള സിനിമ നിങ്ങൾ തിയേറ്ററിൽ തന്നെ കാണുക. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും ബൈ.